കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരുപാട് പേരെ കൺസീവ് ആകാനായിട്ട് സഹായിച്ച ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പല ആളുകൾക്കും പാല് കുടിക്കാനായിട്ട് പേടിയാണ്. പക്ഷേ പാലിൽ ഒരുപാട് വിറ്റമിൻസിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് താനും. പ്രഗ്നൻ്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന എല്ലാവർക്കും പാല് ഭയങ്കരധികം യൂസ്ഫുൾ ആണ്. പക്ഷേ PCOD ഉള്ള ആളുകൾക്കൊക്കെ പാല് കുടിക്കാനായിട്ടും പാലുൽപ്പന്നങ്ങൾ കഴിക്കാനായിട്ടും പേടിയാണ്. അങ്ങനെയുള്ളവർക്ക് പാലിൻ്റെ തന്നെ ഗുണങ്ങൾ ശരീരത്തിൽ കിട്ടണമെങ്കിൽ മറ്റൊരു ഓൾട്ടർനേറ്റീവ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഒരു ടിപ്പ്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ആൽമണ്ട് മിൽക്കിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ബദാം വെച്ചിട്ട് പാലുണ്ടാക്കി കുടിക്കുന്നത്. ഓൾറെഡി നിങ്ങൾക്കറിയാം, ബദാമിൽ ഒരുപാട് കണ്ടൻസ് അടങ്ങിയിട്ടുണ്ട്, ഹെൽത്തി കണ്ടൻസ്. omega-3 ഉണ്ട്, omega-6 ഉണ്ട്, വിറ്റമിൻ D, വിറ്റമിൻ E, ഹെൽത്തി പ്രോട്ടീൻ, ഫൈബർ, സിങ്ക്, കാൽഷ്യം, മാഗ്നീഷ്യം എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് കഴിക്കുന്നതിനോടൊപ്പം നമുക്ക് ഒരുപാട് ഗുണങ്ങളും കിട്ടുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ശരീരത്തിലെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളൊക്കെ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. അതിനോടൊപ്പം നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവൽ ബാലൻസ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിലടങ്ങിയിട്ടുള്ളത് വിറ്റമിൻ ഇയുടെ കണ്ടന്റ്, അത് കൂടുതലായിട്ട് ഇതിൽ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പുരുഷന് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ ഇത് ഉപയോഗിക്കുമ്പോഴേക്കും കിട്ടുന്നുണ്ട്. പുരുഷന് കിട്ടുന്നത് അവരുടെ സ്പേമിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം അതിൻ്റെ മോട്ടിലിറ്റി എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി സ്ത്രീകൾക്ക് ഫോർട്ടിലിറ്റിയിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ശരീരത്തിൽ നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, ടെസ്റ്റോസ്റ്റിറോൺ എന്നിവയുടെയൊക്കെ പ്രവർത്തനം നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിനും ഇംബാലൻസ് വരുമ്പോഴേക്കും പലർക്കും അവരുടെ ഓവുലേഷൻ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ലൂട്ടിയൽ ഫേസിൽ എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ തിക്നെസ് കുറഞ്ഞു പോവുകയോ പ്രഗ്നൻസി ഒരുപാട് നാളുകൾ നീണ്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അവിടെ പ്രഗ്നൻസി നല്ല രീതിയിൽ മുൻപോട്ടേക്ക് പോവുകയുള്ളൂ. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിനും ഇംബാലൻസസ് ഉണ്ടാവുകയാണെങ്കിൽ അണ്ടം ക്വാളിറ്റി ഉള്ളത് വളരണമെന്നില്ല. വളർന്നു കഴിഞ്ഞത് പൊട്ടി വന്നാലും എൻഡോമെട്രിയൽ ലൈനിങ്ങിന് തിക്നെസ് ഇല്ലാത്തത് കൊണ്ടും ശരീരത്തിലെ വേണ്ടത്ര പ്രൊജസ്ട്രോൺ ഹോർമോൺ ഇല്ലാത്തത് കൊണ്ടും പ്രഗ്നൻസി നമുക്ക് നീണ്ടു പോകാനായിട്ട് സാധ്യതയുണ്ട് കേട്ടോ. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടാമത്തെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ സെർവിക്കൽ മ്യൂക്കസിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. സെർവിക്കൽ മ്യൂക്കസ് ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ സെർവിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് വജൈനൽ ഡിസ്ചാർജ് ആണ്. നമ്മുടെ പച്ചമുട്ടയുടെ വെള്ള പോലെയുള്ള ഒരു ടെക്സ്ചറിലാണ് ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് വരുന്നത്. ഇത് വഴുവഴുപ്പുള്ള ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ഡിസ്ചാർജ് ആയതുകൊണ്ട് തന്നെ ശരീരത്തിനകത്തേക്ക് ഇത് പ്രവേശിക്കുമ്പോൾ ഇത് പുറത്തേക്ക് വരുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ലൂബ്രിക്കേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂബ്രിക്കേഷൻ നമുക്ക് കിട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആകുന്നു. ഒരുപാട് സ്പേം ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കാനും ഭാഗത്തിന് നമ്മുടെ ഭാഗങ്ങളൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വികസിച്ച് കൊടുക്കുന്നതിന് ഇത് സഹായിക്കുന്നു. ഫോർട്ടിലിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ശരീരത്തിനകത്തേക്ക് പ്രവേശിക്കുന്ന സെമന് ആ ഒരു യാത്ര സുഗമമാക്കി കൊടുക്കുന്നത് നമ്മുടെ ഈ സെർവിക്കൽ മ്യൂക്കസ് ആണ്. നമ്മുടെ ശരീരത്തിൽ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ സെമനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്നു. ഓൾറെഡി കുറച്ചൊക്കെ ക്വാളിറ്റി കുറയുന്നത് കൊണ്ട് നശിച്ചു പോകുന്നു. ചിലതൊക്കെ ശരീരം ഒരു ഫോറിൻ ബോഡിയാണെന്ന് കണ്ടിട്ട് നശിപ്പിക്കുന്നു. അങ്ങനെ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് താണ്ടി വേണം ഇതിനൊന്ന് ഫലോപ്പിയൻ ട്യൂബിനകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുള്ളൊരു ചാർജ് ഇതിന് കൊടുക്കുന്നതും അണ്ടം വരുന്നത് 5ാമത്തെ ദിവസമാണെങ്കിൽ, അതായത് നിങ്ങൾ നേരത്തെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, ആ ദിവസം നിങ്ങൾ ഓവുലേഷൻ അടുക്കുന്നതേ ഉള്ളൂ എങ്കിൽ അത്രയും ദിവസം വരെ ശരീരത്തിനകത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ചാർജ് ശരീരത്തിന് കൊടുക്കുന്നതും ഈ ഒരു സെർവിക്കൽ മ്യൂക്കസ് ആണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്ത് നമ്മുടെ ഡിസ്ചാർജ് കൃത്യമായിട്ടുള്ള രീതിക്കല്ല പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഭയങ്കരമായിട്ടും തിക്കായി പോകുന്നു. തിക്കായിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതിന് സെമനകത്തേക്ക് പ്രവേശിക്കാൻ പറ്റാതെ വരികയും ഇത് അവിടെ വെച്ച് തന്നെ നശിച്ചു പോകുന്നതിനും കാരണമാകുന്നു. അതിൻ്റെ ഹോസ്റ്റൈൽ എൻവയോൺമെന്റ്, ഒരു പ്രതികൂലമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാക്കുന്നതിനും ഇത് കാരണമാകുന്നു. അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർവിക്കൽ മ്യൂക്കസ് ഇല്ലാത്ത ആളുകൾക്ക്, കുറവാണെന്ന് തോന്നുന്ന ആളുകൾക്കും ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തത് PCODയുടെ കണ്ടീഷൻസ് ഉള്ളവർക്ക് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. 10ൽ 3 പേർക്ക് എന്നുള്ള കണക്കിൽ ഇപ്പോൾ പലർക്കും PCOD ഉണ്ട്. PCOD ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു ഡിസീസസ് ആയതുകൊണ്ട് പലരും അതിനെ ഒരുപാട് സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പക്ഷേ PCODയുടെ കണ്ടീഷൻ നമ്മൾ ഒരുപാട് നാളുകളായിട്ട് കൺട്രോൾ ചെയ്യാതെയും അതുപോലെ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെയും വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു ഇൻഫെർട്ടിലിറ്റിയിലോട്ട് നീങ്ങാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഒരുപാട് നാളുകൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ പ്രഗ്നൻ്റ് ആവുകയുള്ളൂ. PCOD ഉള്ള ആളുകൾക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അവരുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കൂടുക,
അവർക്ക് സ്ട്രെസ്സ് കൂടുക, അവർക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാവുക, എഗ് ഗ്രോത്ത് ഉണ്ടാവാതെ വരിക, ഓവറീസിൽ ഒരുപാട് സിസ്റ്റ് ഫോം ചെയ്യുക, ഇങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും PCOD ഉള്ള ആളുകൾക്ക് ഉണ്ടാകാറുണ്ട്. അതുപോലെ നമ്മുടെ ഫേസിൽ, നമ്മുടെ സ്കിന്നിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ PCOD ഉള്ളവർക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ സിംറ്റംസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും PCOD ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ എഗ് ഗ്രോത്തിലാണ്. ഒരുപാട് ആളുകൾക്ക് ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടായി കഴിഞ്ഞാലോ, PCOD, തൈറോയിഡ്, ഒബിസിറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാലോ പലർക്കും തന്നെ എഗ്ഗിന് ഗ്രോത്ത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇത് നമ്മൾ ഇങ്ങനെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള ടിപ്സ് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ക്വാളിറ്റിയോടുകൂടി അണ്ടത്തിനെ വളർത്തിക്കൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ചില ആളുകൾ PCOD ഉണ്ടെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ലെട്രസോൾ മെഡിസിനോ ക്ലോമിഫിൻ സിട്രേറ്റോ എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്നത് തെറ്റാണെന്നല്ല പറഞ്ഞത്. നിങ്ങൾ അത് എടുക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ശരീരത്തിനെ PCODയിൽ നിന്ന് ഒരു പരിധി വരെയെങ്കിലും കുറച്ചിട്ട് നിങ്ങൾ ആ ട്രീറ്റ്മെന്റുകൾ എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടും. അതല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ്സിനെ മാത്രം ട്രസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗം കൂടി ചെയ്യുക, ഡോക്ടറുടെ ഭാഗം കൂടി ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് 10% റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ PCOD ഉള്ള ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് എഗ് ഗ്രോത്ത് കുറയുക. ക്വാളിറ്റി ഉള്ള ഉണ്ടം പ്രൊഡ്യൂസ് ആകാതെ വന്നു കഴിഞ്ഞാൽ ഇത് വളർച്ച എത്തി പൊട്ടിക്കഴിഞ്ഞാലും അതിന് ബീജവുമായിട്ട് ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇനി ഇൻ കേസ് ബീജവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കൂടി തന്നെയും ആ ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള എംബ്രിയോയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അണ്ടത്തിന്റെ ക്വാളിറ്റി കുറവായതിന്റെ റീസൺ കൊണ്ട് നിങ്ങൾക്ക് കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിനോ കുഞ്ഞിന്റെ ഗ്രോത്ത് നിന്ന് പോകുന്നതിനോ ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. മറ്റുള്ള ഹോർമോണൽ ഇംബാലൻസസ് ഉള്ള പലർക്കും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് പ്രഗ്നൻസി പോസിറ്റീവ് ആകും, പക്ഷേ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അത് സർവൈവ് ചെയ്യില്ല 9 months. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എഗ് ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും തന്നെ പ്രഗ്നൻസി ആകുന്ന സമയത്ത് ഉണ്ടാകുന്ന ബ്ലഡ് സർക്കുലേഷൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്നത് ഏത് ഭക്ഷണമാണെങ്കിലും കുടിക്കുന്നത് ഏത് മെഡിസിൻ ആണെങ്കിലും നിങ്ങളുടെ ശരീരത്തിലെ ഓരോ ഭാഗത്തോട്ടും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂടണം. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അത് നമ്മുടെ ഫെർട്ടിലിറ്റിയിൽ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ലെവലിലായിരിക്കണമെന്നില്ല. അത് ഇൻക്രീസ് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റെപ്സ് എടുത്തില്ല എങ്കിൽ, അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസോ ട്രീറ്റ്മെൻറ്റുകളോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന എന്തെങ്കിലും ഹോം റെമഡീസോ നമ്മൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ആ ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ ഡയജഷനെ ഇത് സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് ദഹിച്ച് ശരീരത്തിൽ അത് വേസ്റ്റ് പ്രോപ്പറായിട്ട് റിമൂവ് ആയി പോയി കഴിഞ്ഞാൽ മാത്രമേ ബോഡി ഒന്ന് ഹെൽത്തി ആവുകയുള്ളൂ. അപ്പോൾ ഡൈജഷൻ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ദഹിക്കാതെ അവിടെ കെട്ടി കിടക്കുകയാണെങ്കിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പൈൽസ് അല്ലെങ്കിൽ നമ്മൾ മലബന്ധം എന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആൽമണ്ട് മിൽക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഏർലി എംബ്രിയോ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പല ആളുകളും പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ ഒരു പ്രഗ്നൻസി ആയി കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. ഈ സമയം നമ്മുടെ പ്രഗ്നൻസിയുടെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈമാണ്. കുഞ്ഞിൻ്റെ ഓരോ അവയവങ്ങളും ഡെവലപ്പായി തുടങ്ങുകയും ന്യൂറൽ ട്യൂബൊക്കെ ഡെവലപ്പായി തുടങ്ങുകയും ചെയ്യുന്ന സമയമാണത്. ഈ സമയത്ത് കുഞ്ഞിന് വേണ്ടുന്ന പോഷകങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ ആ ഒരു മിസ്കാരേജ് ഹിസ്റ്ററി ഉള്ളവരും ഒരുപാട് നാളുകളായിട്ട് ട്രീറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് പ്രഗ്നൻ്റ് ആയവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട്, സർവൈവ് ചെയ്ത് മുൻപോട്ടേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അങ്ങനെയുള്ള ആളുകൾ നേരത്തെ തന്നെ, അതായത് ഓവുലേഷൻ നടക്കുന്നതിനൊക്കെ മുൻപായിട്ട് തന്നെ ഈ ഒരു ആൽമണ്ട് മിൽക്ക് പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നത് കുഞ്ഞിന് വേണ്ടുന്ന എല്ലാ വൈറ്റൽ ന്യൂട്രിയൻസും ശരീരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. തുടക്കത്തിലേ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കണ്ടൻസ് ഇതിനകത്തുണ്ട്. omega-3 ഉണ്ട്, omega-6 ഉണ്ട്, ഫൈബർ, സിങ്ക്, ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതിനും നമ്മുടെ ആ ഒരു ഭ്രൂണത്തിനെ ഡെവലപ്പ് ആക്കി കൊണ്ടുപോകുന്നതിനും വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഈ ആൽമണ്ട് മിൽക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ ഒരുപാട് ആൽമണ്ട് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു 10-12 അത്ര നിങ്ങൾ എടുക്കുക. കുറച്ച് നേരം മുൻപായിട്ട് നിങ്ങളത് സോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ തൊലി നിങ്ങൾ പൂർണ്ണമായിട്ടും മാറ്റിയിട്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ചേർത്ത് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. അതല്ലെങ്കിൽ പാലിൽ കുടിക്കാനായിട്ട് ബുദ്ധിമുട്ടില്ലാത്തവരാണെങ്കിൽ പാല് ചേർത്തിട്ട് നിങ്ങൾക്കിത് അടിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു ആൽമണ്ട് സോക്ക് ചെയ്ത് നിങ്ങൾ എടുത്തതിന് ശേഷം
ഒരു 1/4 ഗ്ലാസ് വെള്ളം നിങ്ങൾ എടുത്താൽ മതി, അല്ലെങ്കിൽ ഒരു 1/4 ഗ്ലാസ് തിളപ്പിച്ച പാല് നിങ്ങൾ എടുത്താൽ മതി കേട്ടോ. പാലെടുക്കുമ്പോൾ എപ്പോഴും തിളപ്പിച്ച പാല് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. പലരും ഷേക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിക്കാത്ത പാലാണ് എടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്യരുത് കേട്ടോ. ഒരു തവണ കുടിച്ചോന്ന് വെച്ച് പ്രശ്നമില്ല, പക്ഷേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുടിക്കുമ്പോഴേക്കും ഏകദേശം നിങ്ങൾ പാല് നേരത്തെ തന്നെ തിളപ്പിച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അതിനുശേഷം ഈ ആൽമണ്ട് ഇട്ടിട്ട് കുറച്ച് പാലൊഴിച്ചിട്ട് നിങ്ങൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടയൊക്കെ വേർതിരിഞ്ഞ് കറക്റ്റ് ഒരു പൊടിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചിട്ട് നിങ്ങളത് മിക്സ് ആക്കി എടുക്കുക. അത് അത്രയും തിക്കായിട്ടുള്ള ടെക്സ്ചറാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ തിക്കായിട്ട് തന്നെ നിങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 1/4 ഗ്ലാസ് പാലൊഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ലൂസാക്കി എടുത്തിട്ട് കുടിക്കാനായിട്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട് അത് ലൂസാക്കി എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ടെക്സ്ചർ ആണെങ്കിലും വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ആൽമണ്ട് മിൽക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് കുടിക്കുന്നുണ്ടെങ്കിൽ സ്നാക്സിൻ്റെ രൂപത്തിൽ നിങ്ങൾ ആൽമണ്ട്, അതായത് ബദാം എടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിലൂടെ തന്നെ നിങ്ങൾക്ക് ഗുണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് ഞാൻ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഉണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങളത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ കൂടി തന്നെ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.